വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും വോട്ടൊക്കെ ചെയ്തല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളും ഇന്ന് വോട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഏട്ടനെ രാവിലെ ജോലിക്ക് പോയി. ജോലി സ്ഥലത്തു നിന്നൊരു 10-11 മണിയൊക്കെ ആയപ്പോഴാണേ, ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നത്. ഞങ്ങൾക്ക് വോട്ട് വരുന്നത് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അൻലാസാണ് വോട്ട് കിടക്കുന്നത്. നേരെ നമുക്ക് പെട്രോളൊക്കെ അടിക്കണമായിരുന്നു. വണ്ടിക്ക് പെട്രോൾ കുറവായിരുന്നു, അൻലാസം വരെ പോകാനായിട്ടുള്ളതില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പെട്രോളൊക്കെ അടിച്ചു. കട്ടപ്പന സ്റ്റാൻഡിൽ കൂടെയാണ് കേട്ടോ കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് അൻലാസം കുമളി റൂട്ടാണേ, കട്ടപ്പനയിൽ നിന്ന് കുമളിക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൂടെ കയറിയാണ് പോകുന്നത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇലക്ഷനാന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 11:30 ആ ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം മോളാണേലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മോൾക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടിയിലൊക്കെ കയറി, ബസ്സിലല്ല ബൈക്കിലോ അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെയാണ്. ചിലപ്പോൾ വോമിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴിക്ക് പറയുന്ന അവൾ അച്ചാച്ചിയുടെ വീട്ടിൽ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്ന ഒരു ഓർമ്മയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെയാണ് അവൾ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ അച്ചാച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു, മോനെ ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യണ്ടേ? LDFന് ചെയ്യണോ, UDF ചെയ്യണോ, അതോ BJPക്ക് ചെയ്യണോ എന്ന് ചോദിച്ചേ. അപ്പോൾ അവൾ ആദ്യം പറഞ്ഞു BJPക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്ത് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് അച്ചാച്ചി വീട്ടിൽ പോയാൽ മതി എന്ന്. അപ്പോൾ ഞാനതും പറഞ്ഞ് ചിരിക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ ചെമ്പരത്തിയാണ് കേട്ടോ വേലിയായിട്ട് വെച്ചേക്കുന്നത്. ഇങ്ങനെ റോഡിലേക്ക് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കാണാൻ എന്നാ രസമെന്ന് അറിയാവോ. സൂപ്പറാണ്, നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും നിറച്ചും പൂക്കളും കണിക്കൊന്നയൊക്കെ നല്ല സൂപ്പറായിട്ട് പൂത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി പണിതൊരു വീടുണ്ടല്ലോ, കോടികൾ വിലയുള്ള ഒരു വീട്, അതാണ് കേട്ടോ ഇത്. അപ്പം ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിർത്തി കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ കാണാനൊക്കെ ശരിക്കും ബംഗ്ലാവ് എന്ന് പറയാൻ പറ്റുമോ, അതൊക്കെ മേലെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൈറ്റ് പെയിൻറ്റൊക്കെ ആയിരുന്നു, വൈറ്റും ഒരു ബ്രൗണും കൂടെ ചേർന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരു കൊട്ടാരം എന്നാണോ നമുക്കൊക്കെ ഒരു ഭവനം പണിയാൻ പറ്റുക അല്ലേ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കും കേട്ടോ. എന്തായാലും സൂപ്പർ വീടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി കേട്ടോ. പോകുന്ന വഴിക്ക് ഇതേപോലെ തന്നെ കാണാനൊക്കെ നല്ല രസമാണ്. വഴിയൊക്കെ അടിപൊളിയാണ്, കാരണം എസ്റ്റേറ്റാണ് കൂടുതലും, ഏലക്കാടൊക്കെയാണ്. നമുക്കിങ്ങോട്ട് ഏലമാണ്, പിന്നെ കുരുമുളകും ചെറിയ രീതിക്കൊക്കെ ഉണ്ട്, കാപ്പിയുണ്ട്, അങ്ങനെ കൂടുതലും ഏലമാണ്. അപ്പം എസ്റ്റേറ്റുകളായതുകൊണ്ട് വേറെ വീടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രണ്ട് സൈഡിലും എസ്റ്റേറ്റാണ്. അപ്പം ഏലച്ചെടികളാണ് ഉറച്ച് നിൽക്കുന്നത്. പിന്നെ അവിടെ എന്തെങ്കിലും മരുന്നടിക്കുന്ന വീടുകളോ അങ്ങനെ ചെറിയ റൂമൊക്കെ കാണും. അങ്ങനെയാണ് കേട്ടോ. സൂപ്പറായിരുന്നു. വഴിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സിനിമയിലേക്ക് പോലെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സിനിമ ഷൂട്ടിങ്ങൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണേ. ഏട്ടൻ കടയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. കാരണം ഏട്ടനെ തിരിച്ച് ചെന്നിട്ട് വേണം കടയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്കിനി വീട്ടിൽ ചെന്ന്, വീട്ടിലാണ് സ്ലിപ്പ് കിടക്കുന്നത് വോട്ട് ചെയ്യാനുള്ള. അപ്പോൾ BLOമാർ വീട്ടിലാണല്ലോ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ അത് പോയി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് സ്കൂളിലേക്ക് വരാൻ. അപ്പോൾ ടൗണിൽ തന്നെയാണ് സ്കൂൾ, അൻലാസത്താണ് സ്കൂളിൽ വോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോളിടയ്ക്ക് പറയും അച്ഛാ പതിയെ പോകാൻ പറയുമ്പോൾ പിന്നെ പതിയെ പോകും, പിന്നെ സ്പീഡ് പോകും, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കണ്ടോ ചെറിയ മൂടൽ മഞ്ഞൊക്കെ ഇല്ലേ. ഇവിടുത്തെ ക്ലൈമറ്റ് വേറൊരു രീതിയാട്ടോ. കട്ടപ്പനയിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പും ഇടയ്ക്ക് മഴയും അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ വന്നിട്ടുണ്ട്. സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നേ. കാരണം ഈ ഉച്ച സമയമല്ലേ, അപ്പോൾ പണിക്കാരൊക്കെ പണി നിർത്തി ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടേ വോട്ട് ചെയ്യാനായിട്ട് വന്നേക്കുമായിരുന്നു. അങ്ങനെ കുറേ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വോട്ടിടാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോട്ടിടാൻ കയറുന്നതും വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, അവിടെ ചെക്കിങ്ങിനൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് കയറി വോട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ വോട്ടൊക്കെ കഴിഞ്ഞു. അപ്പം നാളെയുടെ നന്മയ്ക്ക് നല്ലൊരു വോട്ട് കൊടുത്തിട്ട് ഇറങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും മഴയായിട്ടോ. ഞങ്ങൾ പകുതി പോലും നല്ല സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറിയതേ ഉള്ളൂ. അന്നപ്പോഴത്തേക്കും നല്ല മഴ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു, മഴയൊക്കെ തോർന്നിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല തണുപ്പായേ.
ആ ഒരു റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലമാണ്. ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേരൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോക്സും സ്വെറ്ററും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ. നമ്മുടെ കട്ടപ്പനയെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലമാണ്. വെള്ളമൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഒരു ഫീലിങ്സാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. ദേ ഈ ഒരു ഏരിയയിലൊക്കെ കണ്ടോ നല്ല വെയിലല്ലേ, ഇങ്ങോട്ടൊന്നും ഒരു മഴ, ഒരു തുള്ളി പോലും മഴ വന്നിട്ട് ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് ഏട്ടൻ തിരിച്ച് കടയിലോട്ട് പോയി കേട്ടോ. നാളെയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത വോട്ട് വിജയിക്കട്ടെ. അപ്പം ഇനി 5 വർഷങ്ങൾക്ക് ശേഷം അടുത്ത വോട്ട്. സന്തോഷമുണ്ട്. മോളുമായിട്ട് ആദ്യത്തെ വോട്ടാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി. നല്ലൊരു യാത്രയായിരുന്നു.